മഹാനായ ജരീറുല്ലാഹു എന്ന് പറയുകയാണ്. രണ്ടാമത് എന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഞാൻ കണ്ട മഹത്തായ രണ്ടാമത്തെ അത്ഭുതം എന്തെന്നറിയോ? നബി തങ്ങൾ പലപ്പോഴും സഹാബത്തിനോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടെന്ന് മഹാനായ ജരീറുല്ലാഹു എന്ന് പറയുകയാണ്. ആർക്കാണ് കഴിയുന്നത്? ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹുവേ തരണം ചെയ്തുകൊണ്ട് തന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ മുമ്പില് സരളമായി തമാശ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നത് ആരംഭ റസൂലിന് മാത്രമാണ്. റഹ്ബത്തിൻ മിനല്ലാഹ് ലിംത ലഹു വലൗ കുന്ന ഫളൻ അലീൽ ഖൽബ് ലൗ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നബിയെ, നിങ്ങളൊരു പരിശുദ്ധ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, ഒരു കട്ടിയുള്ള മനസ്സിന്റെ ഉടമയായിരുന്നെങ്കിൽ ഈ ജനങ്ങളാരും നിങ്ങളുടെ പിന്നിൽ കൂടില്ലായിരുന്നു നബിയെ. അങ്ങ് സരളമായപ്പോ, അങ്ങ് വിനയമുള്ളവനായപ്പോ, അങ്ങ് താഴ്മയുള്ളവനായപ്പോ, അങ്ങ് പുഞ്ചിരിക്കുന്നവനായപ്പോ, അങ്ങ് ജനങ്ങൾക്ക് വിശാല മനസ്സോടുകൂടി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം കൊടുക്കുന്നവനായപ്പോ ഇത്രയും ജനങ്ങൾ അങ്ങയോട് ഒരുമിച്ചുകൂടി നബിയെ. ഈ സ്വഭാവമാണ് എന്റെ പള്ളിപ്പുറത്ത് വന്നവരെ നമുക്കുണ്ടാവേണ്ടത്. കാണാൻ വരുന്നവരെ പരിഗണിക്കുന്ന, സംസാരിക്കുന്നവരെ പരിഗണിക്കുന്ന, ആര് വന്നാലും അവരെ പരിഗണിക്കുന്ന, അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. അതാണ് ഒരു പ്രവാചക പ്രേമിയിൽ നിർബന്ധമായും കാണേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന സഹാബത്തിന്റെ മക്കളോടൊപ്പം ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും കളിക്കുമായിരുന്നു. പലപ്പോഴും കളിക്കുമായിരുന്നു സഹാബത്തിന്റെ മക്കളോടൊപ്പം ഇരുന്ന്. അപ്പോ അവർക്ക് അത്ഭുതമായിരുന്നു, ആരാണിത് അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുമ്പോ എന്റെ കുഞ്ഞു കിളിക്ക് സുഖമാണോ ചോദിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പൂച്ചയും കിളിയും അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ അതുള്ളവരോട് അങ്ങനെ ചോദിക്കുമായിരുന്നു. പ്രാവ്, നിന്റെ വീട്ടിലെ പ്രാവിന് സുഖമാണോ? കിളിക്ക് സുഖമാണോ? കുഞ്ഞുങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്ത്. സുജൂദിൽ കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറി തോളത്തിരിക്കുമായിരുന്നു. കാലം കഴിഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഇനി ഞാൻ എടുത്ത് മാറ്റിക്കോട്ടെ, നിങ്ങൾക്ക് സങ്കടമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരുത്, ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് കാണിച്ച ആ ഒരു വല്ലാത്ത താല്പര്യം നമ്മളോ ഇന്ന് നമ്മുടെ മക്കൾ ഒരു വലിയ ഭീഷണി നേരിടുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ മക്കൾ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയാൻ നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. പിള്ളേരെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഘം വ്യാപകമായി കേരളത്തിലുണ്ട് എന്നത് കേവലം ഒരു കെട്ടിച്ചമച്ച വാട്സപ്പ് പ്രചരണമല്ല, സത്യസന്ധമാണ്, അങ്ങനെ നടക്കുന്നുണ്ട്. അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു പരത്തുന്നതാണ്. അത് വെറുതെയാണ്, അങ്ങനെ ഒന്നില്ല എന്ന്. യഥാർത്ഥത്തിലല്ല, ഉണ്ട്. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിൽ കഴിയുന്ന വിദേശികളെ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിന്റെ അകത്തവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ സഹോദരിമാർക്കൊന്നും പിന്നെ അതൊരു വിഷയമല്ല. ഒരു ഗ്യാസ് കിട്ടിയാൽ, ഒരു പെട്ടി മീൻ കിട്ടിയാൽ, അല്ലേ, വർക്കാകാതെ പൊട്ടിയിരിക്കുന്ന മോട്ടറൊന്ന് ഓണായാൽ സഹോദരിമാർക്ക് പിന്നെ ആ വരണവരൊക്കെ വീട്ടിന്റെ സ്വന്തം ആളുകളാണ്. വളരെ ശ്രദ്ധിക്കണം, അല്ലേ? വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കച്ചവടത്തിന് കൊണ്ടുവരുന്നവരുണ്ട്, സത്യസന്ധരുമുണ്ട്, കള്ളന്മാരുമുണ്ട്. പക്ഷേ എല്ലാവരെയും ശ്രദ്ധിക്കണം. പിരിവിന് വരുന്നവരെ ശ്രദ്ധിക്കണ്ടേ, അല്ലേ? എന്റെയൊക്കെ വീട്ടിൽ ഒരു ദിവസം എത്ര ആളുകൾ വരെ, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നാലും വരും, അവിടെ നിന്നാലും വരും. പക്ഷെ ഞാനുള്ളപ്പോ പ്രശ്നമില്ല. ഞാനില്ലാതെ എന്റെ ഭാര്യ മാത്രമുള്ള സമയത്താണ് വരുന്നതെങ്കിൽ മാനസികമായിട്ട് ഒരു പ്രയാസമാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. എല്ലാം അല്ലാഹുവിൽ ഫലമേൽപ്പിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതെങ്കിലും മക്കളുടെ വിഷയം പറയുമ്പോൾ നമ്മുടെ മനസ്സല്ലേ നമ്മുടെ മക്കൾ, നമ്മുടെ ഉള്ളല്ലേ നമ്മുടെ മക്കൾ? തകർന്നു പോവില്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവർക്ക് എന്തെങ്കിലും ഒരു നേരിയ സങ്കടം വന്നാൽ അല്ലാഹുവെ സഹിക്കാൻ പറ്റുമോ? ഞാന് റബീഉൽ അവ്വൽ 13 എന്റെ വീട്ടിൽ മൗലിദും മജ്ലിസുൻ നൂറും നടത്തിയപ്പോ മജ്ലിസുൻ നൂർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മക്കളായിരുന്നു ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ഇരിക്കുന്നതിന്റെ ഒന്നാമത്തെ വരിയിലിരുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളായിരുന്നു. ഇതെന്തിനാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ അതിന്റെ വൈത്തൂൾ അവർ ചൊല്ലിപ്പടിച്ചു.
അത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ഐശ്വര്യവും ബറക്കത്തുമാണ്. അതിന്റെ പവർ, യഥാർത്ഥ ശക്തിയാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അത് ആസ്വദിക്കാനും അനുഭവിക്കാനും ഇനിയും ഇനിയും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണന കൊടുക്കുമായിരുന്നു.